ഈ എട്ടാമത്തെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2025 ഏപ്രിലിൽ അതായത് ക്വസ്റ്റ്യൻ ബാങ്കിൽ രണ്ടാമത്തെ പേജ് ഈ ക്വസ്റ്റ്യൻ. ഇതിൽ ഐഡൻറ്റിഫൈ ദ കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്റർ ആൻഡ് ക്യാരി ഫ്ലാഗ് ആഫ്റ്റർ എക്സിക്യൂഷൻ ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ഇൻ 8051. ഇതാണ് ഇപ്പോൾ ഇതിൽ അക്യുമുലേറ്ററിലും പിന്നെ ക്യാരി ഫ്ലാഗിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇത് മൂവ് A,#5AH, അതായത് 5AH എന്ന് പറഞ്ഞ നമ്പർ അക്യുമുലേറ്ററിലേക്ക് മാറ്റാണ്. അതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ RRA എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് റൈറ്റ്. അക്യുമുലേറ്റർ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യും, റൊട്ടേറ്റ് റൈറ്റ്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിൽ ലോവർ നിബിളും ഹയർ നിബിളും തമ്മിൽ സ്വാപ്പ് ചെയ്യും. അതായത് 4 ബിറ്റ് നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 54 ആണെങ്കിൽ അത് സ്വാപ്പ് ചെയ്ത് കഴിയുമ്പോൾ 45 ആവും, അങ്ങോട്ട് മാറും. പിന്നെ ക്ലിയർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി ഫ്ലാഗ് ക്ലിയർ ചെയ്യും. അപ്പോൾ ക്യാരി ഫ്ലാഗ് ഈ 0 കിട്ടും. പിന്നെ RRC റൊട്ടേറ്റ് റൈറ്റ് ത്രൂ ക്യാരി ഫ്ലാഗ്. അക്യുമുലേറ്റർ റൊട്ടേറ്റ് റൈറ്റ് ചെയ്യണം ത്രൂ ക്യാരി ഫ്ലാഗ്. ഇത് അക്യുമുലേറ്ററാണെന്ന് വിചാരിക്കുക. ഇത് 8 ബിറ്റ് നമ്പേഴ്സാണ് എപ്പോഴും. പിന്നെ ഒരു ക്യാരി ഫ്ലാഗ് ഉണ്ടാവും. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യണം, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനാണ് പറയണത്. അപ്പോൾ ഈ ക്യാരി ഫ്ലാഗിൻ്റെ ഒപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്യണം കേട്ടോ. ക്യാരി ഫ്ലാഗ് ഇനി അപ്പുറ സൈഡാണോ എന്ന് സംശയമുണ്ട്, ക്യാരി ഫ്ലാഗ് ഈ സൈഡാണോ എന്ന് സംശയമുണ്ട്, നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതിനകത്ത് പിന്നെ കോംപ്ലിമെൻറ്റ് CPL എന്ന് പറഞ്ഞ അക്യുമുലേറ്റർ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ. കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 എന്നുള്ള നമ്പർ ആണെങ്കിൽ അത് 0 ആവും, 0 എന്നുള്ള നമ്പർ ആണെങ്കിൽ 1 ആവും. പിന്നെ RL റൊട്ടേറ്റ് ലെഫ്റ്റ്, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് അക്യുമുലേറ്റർ മാത്രം. ക്യാരി ഫ്ലാഗ് C വന്നിട്ടില്ല, അപ്പോൾ ക്യാരി ഫ്ലാഗ് ഇല്ല. അക്യുമുലേറ്റർ ആണെങ്കിൽ മാത്രം ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് നോക്ക്, ഇതിൻ്റെ ആൻസർ നോക്കാം, എന്നിട്ട് ക്ലിയറായി പറയാം. ഇതിലിപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിതിപ്പോൾ മൂവ് A,#5AH എന്ന് പറയുന്നത് എന്താണ് അക്യുമുലേറ്ററിൽ വരാമെന്നാണ് ചോദ്യം. അപ്പോൾ അത് 5AH തന്നെ, 5AHൽ ഡയറക്റ്റ് വന്നു. നമുക്കിത് ഇനി അടുത്ത പ്രോബ്ലംസ് ഒക്കെ ചെയ്യും, അടുത്തത് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ബൈനറി എഴുതിയിട്ട് വേണം കാണാൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ഈ ഹെക്സിൽ എഴുതാൻ പറ്റില്ല. ഇവിടെ ഹെക്സിലാണല്ലോ എല്ലാ ആൻസർ എഴുതിയിട്ടുള്ളത്. ശരിക്കും ബൈനറിയിൽ എഴുതിയാൽ മതിയായിരിക്കും. ഇത് ഹെക്സിൽ എന്താ എഴുതിയെന്ന് മനസ്സിലാവണില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 5A എങ്ങനെ എഴുതാൻ നോക്കാം. 5A 8 ബിറ്റിൽ എഴുതണം. 5 എഴുതണം ആദ്യം. 5 എന്ന് പറഞ്ഞാൽ 4 + 1 ആണ് 5. 0 ഇത് 8ൻ്റെ ബിറ്റ് പൊസിഷൻ. ഇത് 4 4 + 1 ആണല്ലോ. ഇത് 2ൻ്റെ ഇത് 1. അപ്പോൾ ഇത് 4 + 1 5 ആയി. ഇനി A എന്ന് പറയുന്നത് 10 ആണ്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 + 2 ആണ്. അപ്പോൾ 8ൻ്റെ അവിടെ 1 കൊടുക്കുക, 4ൻ്റെ അവിടെ 0 കൊടുക്കുക, 2ൻ്റെ അവിടെ 1 കൊടുക്കുക, ഇങ്ങനെ വരും. ഇതാണ് 5Aയുടെ ബൈനറി. ഇനി RRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാണ്, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാണ്. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനൊരു വഴിയുണ്ട്. ഈ നമ്പറിന് ഈ 0 അല്ലേ, ഈ അറ്റത്തെടുക്കുന്ന 0നെ ഇപ്പുറം കൊണ്ടെഴുതാം. ഇവിടുന്ന് ഈ 0നെ മാച്ചിട്ട് ഇവിടെ കൊണ്ടെഴുതാം. അപ്പോൾ ഈ 0 ആണ് ഇവിടെ ഈ അറ്റത്ത് എഴുതാം. 0 പിന്നെ ഇങ്ങനെ എഴുതി പോവാം. 0 0 1 0 1 1 0 1 ഇങ്ങനെ. ഈ 0 ഇവിടേക്ക് മാറി, ഈ സൈഡിലേക്ക് മാറി. അപ്പോൾ ഇത് 8 ബിറ്റ് നമ്പറാണല്ലോ. ഇനി ഇത് 4 ബിറ്റ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ 0 0 1 0 ആണ്. ഇത് 1 എന്ന് പറഞ്ഞാൽ 2ൻ്റെ പൊസിഷനാണ്. അപ്പോൾ അത് 2 ആണ് കേട്ടോ, 2 ആണത്. പിന്നെ ഇത് എത്രയാണ്? ഇത് 8 ഉം 4ഉം 12 1 13. 13 എന്ന് പറഞ്ഞാൽ D ആണ്. ഇതെങ്ങനെ ബൈനറി കണ്ടെത്താൻ നമ്മൾ ആദ്യം എഴുതണം. 10 എന്നുള്ളത് A ആണ്. 9 വരെ സെയിം ആണ് കേട്ടോ, 9 തന്നെ. 10A 11 D 12 C 13 D 14 E 15 F ഇങ്ങനെ എഴുതി വയ്ക്കുക എവിടെയും സൈഡിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇത് 13 ആണല്ലോ.
8 ഇത് 8ൻ്റെ പൊസിഷനിലാണ്. 8 പ്ലസ് ഇത് 4ൻ്റെ പൊസിഷൻ. 8 4 12 പ്ലസ് 1 1ൻ്റെ പൊസിഷൻ 1 അപ്പോൾ 13. അപ്പോൾ 2D ഉണ്ടോ 2D കിട്ടി. ഇനി സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റർ ഉണ്ടോ സ്വാപ്പ് ചെയ്യണം. ഈ മുകളിലത്തെ നമ്പർ തന്നെ സ്വാപ്പ് ചെയ്യാണ്. സ്വാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിറ്റ് ഇത് LSB ആണ്, ഇത് MSB. MSB അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അപ്പോൾ ഇതിനകത്ത് 5A എന്നുള്ളത് A5 എന്ന് വരും. അപ്പോൾ ഇതിൽ ഈ അക്യുമുലേറ്ററിൽ ഇപ്പോൾ ഇതായി. ഇതാണ് നമ്മൾ ചെയ്യണം കേട്ടോ. മാറി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ അക്യുമുലേറ്ററിൽ ഇപ്പോൾ ചെയ്തപ്പോൾ അക്യുമുലേറ്റർ 2D ആയിരുന്നല്ലോ, അത് ആൻസർ ചെയ്താണ് D2 എന്നായി തിരിഞ്ഞു വന്നു. ഇതിൽ നിന്ന് തന്നെയാണ് എടുത്ത് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ 2D ആയിരുന്നത് D2 എന്നായി. ഓക്കെ. അപ്പോൾ ഇനി D2 ആണ് കിടക്കുന്നത്. ഇനി ക്ലിയർ C, ക്യാരി ഫ്ലാഗ് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഒന്നുമില്ല, ക്യാരി ഫ്ലാഗ് CY എന്നുള്ളത് 0 ആയി. ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ 0 ആണ്. പിന്നെ RRCA ഇപ്പം അക്യുമുലേറ്ററിൽ D2 ആണ്. D2 വെച്ചായിരിക്കും മിക്കവാറും ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അക്യുമുലേറ്റർ D2 ഇപ്പോൾ D2 ആയി കിടക്കുകയാണ്. അക്യുമുലേറ്റർ D. അപ്പോൾ D എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ്. 13 എന്നുള്ള നമ്പർ ഇവിടെയുണ്ട്. 1101D. ഇനി 20010 ക്ലിയർ റൊട്ടേറ്റ് റൈറ്റ് ക്യാരി. റൊട്ടേറ്റ് റൈറ്റ് വരുമ്പോൾ ക്യാരി ഫ്ലാഗ്, ഇത് ക്യാരി ഫ്ലാഗ് തന്നെയാണ്. റൈറ്റ് സൈഡിൽ തന്നെ ക്യാരി ഫ്ലാഗ് കൊടുക്കണം 0. ഇപ്പം എന്തുണ്ടാവും? ഈ 0 ഇവിടെ വരും, ഈ ക്യാരി ഇതിനകത്തേക്കും പോകും. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. 0 ഈ 0 ഉണ്ട് എഴുതണേ. ഈ 0 ഇവിടെ എഴുതി, ഇവിടേക്ക് വന്നു. ഈ 0 ഇവിടെ വന്നു. പിന്നെ നമ്മളിത് എഴുതാം, ഇവിടം വരെ എഴുതിയാൽ മതി. 0 1 1 0 1 0 0 1 ഇങ്ങനെ വന്നു. ക്യാരിയിൽ ഈ ക്യാരി ഇപ്പോൾ 0 ആയിട്ടാണ്. ഈ 0 ഇവിടേക്ക് വന്നാലും ക്യാരി 0 ആയി. അപ്പോൾ ഇത് എത്ര കിട്ടും? ഇത് 4 2 6 4 2 6. ഇത് എത്രയാണ്? 8 1 9. 69 കിട്ടി. 69. അപ്പോൾ ഇത് വെച്ച് തന്നെയാണ് ചെയ്യണത്. താഴേക്ക് ചെയ്തു വരുന്നത്. ക്യാരി ഫ്ലാഗ് 0 ആയി. കണ്ടോ, ക്യാരി ഫ്ലാഗ് 0 ആയി. പിന്നെ അടുത്തത് എന്ന് പറയണത് കോംപ്ലിമെൻ്റ് അക്യുമുലേറ്റർ. അതായത് അക്യുമുലേറ്റർ കോംപ്ലിമെൻ്റ് ചെയ്യാം. അപ്പോൾ അക്യുമുലേറ്റർ ഇതാണ് കേട്ടോ, വാല്യൂ ആണ്. കോംപ്ലിമെൻ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 ആവും, 1 0. ഇപ്പോൾ ഈ 0 എന്നുള്ള 1 ആവും, ഈ 1 എന്ന് പറഞ്ഞാൽ 0 ആവും. 0 0. ഇത് 1 ആയി, ഇത് 0 ആയി, 1 1 0 ആയി. ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇത് എത്രയാണ്? 8 1 9. ഇത് എത്രയാണ്? 4 2 6. ഇത് 96 ആയി. ഓക്കെ, ശരിയാണ്, 96 ആയി. ഇനി 6 അക്യുമുലേറ്റർ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡയറക്ഷൻ ഉള്ളത് ഇവിടേക്ക് വരും. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് ഇപ്പുറം 1 ഇടാം. ഈ 1 ഒഴിവാക്കുക, ഇവിടെ 1 ഇടാം. അപ്പോൾ എത്ര കിട്ടി? 0 0 ഇത് 1 ഇങ്ങനെ വരും. അത് ഒന്നുകൂടി എഴുതാൻ വേണമെങ്കിൽ 0 0 1 0 1 1 0 1 എന്ന് കിട്ടി. ഇത് 2 ആണ്. ഇത് എത്രയാണ്? 8 4 12 1 13 പറഞ്ഞ D. ഓക്കെ, ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ വളരെ സിമ്പിളായിട്ട് മാർക്ക് വാങ്ങിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇത് ഈ ഇൻസ്ട്രക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. റൊട്ടേറ്റ് RRA, റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ. ഇത് സ്വാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. ക്ലിയർ CLRC എന്ന് പറഞ്ഞാൽ ക്ലിയർ ചെയ്യുക. ഇപ്പോഴും ക്യാരി ഫ്ലാഗ് ക്ലിയർ ചെയ്യുക. RRC ഉണ്ട്, റൊട്ടേറ്റ് റൈറ്റ് ത്രൂ ക്യാരി. അപ്പോൾ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്യാരി റൈറ്റ് സൈഡിൽ തന്നെ കൊടുക്കണം, ഇവിടെ തന്നെ കൊടുക്കണം. ഇപ്പോൾ RR അല്ല അങ്ങനെയല്ല, RLC എന്ന് ഒരു പ്രോഗ്രാം വരും. അതായത് റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി. അപ്പോൾ ആദ്യം ക്യാരി ഫ്ലാഗ് കൊടുക്കുക, പിന്നെ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുക, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഈ ക്യാരി ഇപ്പുറത്തേക്ക് വരും.
അങ്ങനെ വരും. ഇതിനകത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിൽ ഇവിടെയാണല്ലോ ഇപ്പോൾ നമ്മൾ ക്യാരി ഫ്ലാഗ് കൊടുത്തത്. റൊട്ടേറ്റ് ലെഫ്റ്റിലേക്ക് ക്യാരി ഫ്ലാഗ് വരുമ്പോൾ ഇതിൽ കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളാണ്. ഇതൊന്ന് മനസ്സിലാക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.